ആ പാമ്പ് പിടിച്ചവൻ ഇടിവെട്ടി. അങ്ങനെയല്ല മുതലാളി, പഴഞ്ചൊല്ലി തിരിഞ്ഞു ഇടിവെട്ടവനെ പാമ്പ് പിടിച്ചു. പഴഞ്ചൊല്ലി തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലല്ലേ, ഞാനൊരു വല്ലാത്ത അവസ്ഥയാണ്. ഞാനും അവസ്ഥയിലാണ് മുതലാളി. നിനക്കെന്താ അവസ്ഥ? മുതലാളിന്റെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. ഓ, നീ ഇങ്ങോട്ട് വന്ന നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പയ്ക്ക് കയ്പുണ്ടോ, ഉപ്പിനുണ്ടോ ചോദിക്കേണ്ട കാര്യമില്ല മുതലാളി. അതല്ല പ്രേമ, നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ? മുതലാളി ഞാൻ നന്ദിയുള്ളവനാണ്. ഇപ്പൊ എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? അത് എനിക്കൊരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം? അതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുണ്ട്? അല്ല, അതൊരു രജിസ്റ്റർ കല്യാണമായിരിക്കും. രജിസ്റ്റർ ഓഫീസ് പോകണം? അല്ല, അവളുടെ വീട്ടുകാർക്കൊക്കെ എതിർപ്പാ. അപ്പൊ അവളെ പോയി കടത്തിക്കൊണ്ട് വരണം. കത്തിക്കൊണ്ട് വന്നോ? അതിന് നിന്റെ സഹായമാണ്. ഈ കാര്യത്തിൽ എന്റെ സഹായം പ്രതീക്ഷിക്കണോ? പ്രേമ, അതെന്താ? നീയല്ലേ പറഞ്ഞത് 5 മിനിറ്റ് മുമ്പ് ഞാൻ കൂടെ ഉണ്ടാവും, എന്ത് സഹായം വേണമെങ്കിലും എന്റെ കയ്യിൽ പ്രതീക്ഷിക്കാന്ന്. എന്താ? അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞോ മറ്റേ കത്താണോ മറച്ചേ കത്താണോ നീ അന്വേഷിക്കണ്ട, പോരാത്തിന് ഒരു താക്കീതും അധികം സ്വാതന്ത്ര്യം എടുക്കണ്ട. ഐ റിയലി സോറി പ്രേമ, അത് ആ സമയത്ത് അങ്ങനെ തോന്നിപ്പോയി. നിനക്ക് എന്റെ മേലെ എന്ത് സ്വാതന്ത്ര്യം ചെയ്തു? ഒന്ന് സഹായിക്കടാ. പറ്റില്ല മുതലാളി, അതെനിക്ക് നന്നായി ഫീൽ ചെയ്തു. വേറെ എന്ത് കാര്യം വേണേലും ചോദിച്ചു. പ്ലീസ് പ്രേമ, നീ അല്ലാതെ എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. നീ 100% സ്വാതന്ത്ര്യം എടുത്തോ. നീ ഒരു കാര്യം ചെയ്യും, അവള് വീട്ടിൽ നിന്ന് ഇറക്കണത് തൊട്ട് കല്യാണം വരെ എല്ലാം പ്ലാൻ ചെയ്തോ. ഞാൻ അവളോട് പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെക്കാം. മുതലാളി അങ്ങനെയല്ല, പെട്ടെന്ന് അത് 12 വയസ്സുകാരിയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? എടാ, അവളുടെ അനിയത്തിയാ. ഞാനും ശിവരാമേട്ടനും തമ്മിലുള്ള പ്രശ്നം നാട്ടുകാർക്ക് മൊത്തം. അതിനേക്കാൾ നന്നായിട്ട് ഞാനും അവളെ കത്തിക്കൊണ്ട് പോകുന്നു എല്ലാവർക്കും. അപ്പൊ നീ ആരും കാണാതെ അവിടെ പോയി അവളെ കത്തി. പച്ചത്തിരിക്കലും പോകാനും പാടില്ല, ഉത്തരത്തിരിക്കലും കിട്ടുമെന്ന് പറഞ്ഞ് ശരിയാവില്ല മുതലാളി. പ്രേമ, നിന്നോടല്ലേ ഞാൻ എല്ലാം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ എനിക്കിതാണല്ലോ പണി. പ്രേമ, ഈ അവസാന നിമിഷം നീ എന്നെ കൈ ഒഴിയും. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യും. എന്താ പ്രേമ നീ ഇങ്ങനെ ആലോചിക്കണേ? ഇന്നേ വരെ ലോകത്ത് ഒരുത്തിനും ചെയ്യാത്തൊരു തറവേല ഞാൻ ചെയ്യാൻ പോവാ. കൂടെ നിന്നോ? നീ കാണിക്കും.